കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാറിലിരുന്ന് സുഭാഷിനോടും സുധീഷിനോടും നമ്മുടെ നികേഷിനോടൊക്കെ നീതി മാപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീതിക്ക് വിഷമാവാണ്ടിരിക്കാൻ വേണ്ടി അവർ തമാശയും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ വഴിയിലിറങ്ങി ചായയൊക്കെ കുടിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുന്നത്. ഭാസ്കരൻ ഇത്തിരി ദേഷ്യമൊക്കെ നിധിയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമാക്കുന്നില്ല നിധിയൊന്നും. കാരണം അത്രയും വലിയ തെറ്റാണല്ലോ ചെയ്തത്. നിധിയുടെ മുല്ലച്ചനെ പറയുന്നുണ്ട്, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കിയനായിരുന്നു അയാളെ മോനെ എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ ഹരീഷിന് സ്വൈര്യം കൊടുക്കണില്ല. നീതു ചെന്നിട്ട് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു. എന്നെ ചതിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ചു, അങ്ങനെ ഒരാഴ്ച നല്ലോണമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിർത്തടി, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ മനസ്സിലടി ആത്മാർത്ഥമായിട്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. അതിനുശേഷം പിന്നെ അന്നത്തെ ദിവസം രാത്രി സുധീഷ് പുറത്ത് പോയി, അതായത് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വരാൻ വൈകണ്. അപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനാവുകൊണ്ട് നിധി ഉറങ്ങാണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ രാവിലത്തെ ആ പേടിയാണ് നിധിക്ക്. അല്ലാണ്ട് നമ്മുടെ സുധീഷിനോട് പ്രണയമൊന്നും ആയിട്ടൊന്നുമല്ല. പക്ഷേ സഹോദരന്മാർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും നിധി കാത്തിരിക്കുന്നുണ്ടല്ലോ, സുധീഷിനെ കാത്തിരിക്കുന്നുള്ള കാര്യം മനസ്സിലാവണം ഹരീഷിന്. അങ്ങനെ നിധി വരുമ്പോൾ സുധീഷ് വരുന്നത് വരെ നിധി കാത്തിരിക്കും. അപ്പം സുധീഷ് നമ്മുടെ നികേഷിനോട് പറയുന്നുണ്ട്, നോക്കിക്കോ ഇതോടുകൂടി തന്നെ അവൾക്ക് എന്നോട് ചെറിയൊരു സിമ്പതിയൊക്കെ തോന്നി, ഇതൊരു പ്രേമത്തിലേക്ക് കടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കാത്തിരിക്കാന്നൊക്കെ പറഞ്ഞ് അനിയൻ ചേട്ടനെ കളിയാക്കുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.